ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം വിഷയത്തിലേക്ക് വന്നൊരു രംഗമുണ്ട്. ഇവിടെ സംസാരിച്ച മുസ്ലിയാർ വിഷയം കൃത്യമായി പറയുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കേൾക്കുക. അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് തൗഹീദ് എന്നത്? അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കൽ. അള്ളാഹു അവന്റെ ദാത്തിലും അവന്റെ അഫ്ആലിലും അവന്റെ സിഫാത്തിലും ഏകനാണെന്ന വിശ്വാസം. തിരിഞ്ഞിട്ടില്ല. അറബി കടന്നു വന്നു, അതുകൊണ്ട് തിരിയാത്തവരുണ്ടാകാം. ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, അള്ളാഹു അവന്റെ ദാത്തിൽ അവന്റെ സത്തയിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹുവിനെ പോലുള്ള ഒരു അല്ല ഇല്ലേ ഇല്ല. അള്ളാഹുവിന്റെ ദാത്ത് പോലുള്ള ഒരു തിരുദാത്ത് ഒരാൾക്കുമില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ അവൻ ഏകനാൻ. അള്ളാഹുവിന്റെ പ്രവൃത്തി ഒരാളുടെയും പ്രവൃത്തിയല്ല. അതുപോലുള്ള ഒരാൾക്ക് പ്രവൃത്തിയും ഒരു പ്രവൃത്തിയുമില്ല. അള്ളാഹുവിന്റെ പ്രവൃത്തി അവനിക്ക് മാത്രമാണ്. അതിന് തുല്യമായത് ഒരാൾക്കുമില്ല, ഒന്നും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് അവനിക്ക് മാത്രമുള്ളതാണ്. അതുപോലെ തുല്യതയുള്ള ഒരാളുമില്ല എന്ന ആ അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവൃത്തികളിലും അവന്റെ ദാത്തിലും അവൻ ഏകനാണെന്ന വിശ്വാസമാണ് തൗഹീദ്. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു കണികയിൽ വിരുദ്ധത പ്രകടിപ്പിച്ചാൽ യഥാർത്ഥ തൗഹീദ് എന്ന് പുറത്തായി. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകത്വമാണ്. ആ ഏകത്വത്തിൽ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്കും പങ്കുവെച്ചു കൊടുത്താൽ ആ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക്, അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ വരുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ദാത്തിൽ, സിഫാത്തിൽ, അഫ്ആലിൽ ഇതിൽ പങ്കു ചേർക്കലാണ് ശിർക്ക്. സത്യമാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ ആ മുസ്ലിയാരുമായി സലഫികൾ യോജിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ദീനാണ് പറഞ്ഞത്. അടുത്ത ഭാഗം തെറ്റാണ്. ഇതിന് വിരുദ്ധമായി കാണിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സമസ്തക്കാരായ ആളുകൾ ഇതിന് വിരുദ്ധമായി ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് വാശിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, ഇത് ദേഷ്യത്തിന് വേണ്ടിയുള്ള പരിപാടിയല്ല, ഇതാരെയും തോൽപ്പിക്കാനുള്ളതല്ല. ഇതിന് വിരുദ്ധമായി ഉണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയിട്ടുള്ള CM സ്മരണികയാണിത്. വലിയുള്ളാഹി CM സ്മരണിക. ഈ CM സ്മരണികയിൽ നമുക്ക് കാണാം, ഇതിന്റെ 39ാമത്തെ പേജിൽ ഒരു ഹദീസ് വിശദീകരിക്കുകയാണ്. ഏതാണ് ഹദീസ്? അള്ളാഹുവിന്റെ ഒരു അടിമ പുണ്യകരമായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അവന്റെ കൈ ഞാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും, ചെവി ഞാനാകും എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്. സമസ്ത സലഫി തറക്കുള്ള ഹദീസല്ല, അത് കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസാണ്. ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങൾ എങ്ങനെയാണ് വിശദീകരിച്ചത്? അതെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ആ അടിമ കേൾക്കുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ആ അടിമയുടെ കണ്ണുകൊണ്ടവൻ കാണുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ആ അടിമ പ്രവർത്തിക്കുകയുള്ളൂ, അള്ളാഹ് ഇഷ്ടപ്പെട്ടിടത്തേക്ക് മാത്രമേ ആ അടിമ നടന്നു പോവുകയുള്ളൂ. ഇങ്ങനെയാണ് മുഹദ്ദിസീങ്ങൾ അതിനെ വിശദീകരിച്ചത്. പക്ഷെ ഈ ഖുദ്സിയായ ഹദീസ് വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു രംഗം ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നത്. ഇതിന് വിരുദ്ധമായി കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. കാണിക്കാൻ കഴിയും. കാണിക്കുന്നത് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാനല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പങ്കു ചേർത്താൽ സ്വർഗമില്ല. മുസ്ലിയാർ തന്നെ പറഞ്ഞു അത് ശിർക്കാണ്. ശിർക്ക് വന്നാൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. 5ാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ 72ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. 39ാമത്തെ അധ്യായം സൂറത്തു സുമറിൽ 65ാമത്തെ ആയത്തിൽ കാണാം, ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക്. മുഹമ്മദ് നബിയെ, നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താലും നിന്റെ അമലുകൾ ബാത്തിലായി പോകും. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ശിർക്ക് ചെയ്യില്ല. പിന്നെ എന്താ റസൂലുള്ളയോട് നീ തന്നെ ശിർക്ക് ചെയ്താലും എന്ന് പറഞ്ഞത്? റസൂലുള്ളയുടെ ഉമ്മത്തിനെ ഭയപ്പെടുത്താനാണ്. ശിർക്കിനെ കുറിച്ച് അവർക്ക് ഭയമുണ്ടാക്കാനാണ്. അത്രയും താക്കീത് നൽകിയ, നമ്മുടെ ഈമാൻ ഫസാദായി പോകുന്ന, നിത്യ നരകത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക. എന്നാൽ കേട്ടോളൂ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വാചകം, ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഹദീസ്
ഇനി കേട്ടോളൂ, ഇത് ഈ ഒരു സത്യം മനസ്സിലാക്കി തരാൻ വായിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് എന്റെ നാവ് കൊണ്ട് ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ ചെവികൾ കൊണ്ട് നിങ്ങൾ കേൾക്കുന്നത്. നമുക്ക് പറയാനോ കേൾക്കാനോ പറ്റാത്ത നരകത്തിന്റെ കഷണങ്ങളാണ് അടുത്ത വാചകങ്ങൾ. അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അഊദു ബില്ലാഹ് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അല്ല കേൾക്കും പോലെ കേൾക്കുക, അല്ല കാണുന്നത് പോലെ കാണുക, അല്ല പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഇത് വായിക്കുന്ന ഒരാൾ CM മക്കാമ് പോകണ്ടേ? പടച്ചോനെ, എന്താ അല്ല കേൾക്കും പോലെ കേൾക്കുന്നല്ലേ പറയുന്നത്? നോക്കൂ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയായ മടവൂരിൽ മരിച്ചു കിടക്കുന്ന അബൂബക്കർ മുസ്ലിയാർക്ക് അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറയാൻ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചൊരു ഖുദ്സിയായ ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. ഇത് ജനങ്ങളോട് പറയണോ വേണ്ടേ? ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണോ വേണ്ടേ? ഇനി ഞാൻ മുസ്ലിയാരെ പ്രസംഗം കേൾപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുക. ഇപ്പം വിചാരിച്ചാൽ പടച്ചോനെ മഴ പെയ്യിപ്പിക്കാം. അതുപോലെ ഇപ്പം വിചാരിച്ച CM-ന് മഴ പെയ്യിപ്പിക്കാൻ വിശ്വാസമുണ്ടോ? നരകത്തിലാ. കയറിപ്പോരാൻ പറ്റാത്ത രൂപത്തിൽ നരകത്ത് കിടക്കും. കഴിയില്ല. അത് റബ്ബിന്റെ സിഫത്താണ്.